പ്രേതത്തെക്കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എല്ലാ ഡൗട്ട്, പ്രേതത്തെക്കുറിച്ച് സൈക്കോളജി, എവല്യൂഷൻ, പ്രേതത്തിൻ്റെ എവല്യൂഷനൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാഷ്ട്രീയ സബ്ജക്റ്റ് എടുത്തത്. അപ്പോൾ അതിനു മുമ്പ് അതിൽ കണക്ട് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു ഇൻസിഡൻറ്റ്, ചെറുപ്പത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അതായത് പേടിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും അനിയനും ചെറുപ്പത്തിൽ, അതായത് 5 ഓർമ്മ പഠിക്കുന്ന സമയം എൻ്റെ ഓർമ്മ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പേടി കുറവ് ഏത് പ്രേതത്തിനെ, പക്ഷെ അവന് പേടി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിൽ എങ്ങനെ കടന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മയും ഞാനും അനിയനും ഒരു മുറിയിലാണ് കിടക്കുക, കാരണം കുട്ടികളല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ പണ്ട് ഉണ്ടായിരുന്നത് ഒരു കാട് പിടിച്ച പ്രദേശത്തും കൂടെയാണ്. അപ്പോൾ ഈ റൂമിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ അതിന് മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നൊരു സിനിമയ്ക്ക് ഇറങ്ങി, ആ സിനിമയുടെ പേര് ഞാൻ മറന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പേടിപ്പിക്കുക. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ കിടക്കുക. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനൽ തുറന്നിട്ടിലാണ്. അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് എന്തൊരു ചൂട് ആക്ടിങ്ങാണ് എന്ന് പറഞ്ഞിട്ട് ജനൽ തുറന്നിടും. ജനൽ തുറന്നിട്ടാൽ തന്നെ ഓൾറെഡി നിലാവുണ്ടാവും, കാറ്റടിക്കും, ഉണക്കയിലകളൊക്കെ ഇങ്ങനെ ഇളകുണ്ടാവും. അപ്പോൾ ഓൾറെഡി അന്തരീക്ഷം ക്രിയേറ്റ് ആയി. അപ്പോൾ ഇവനപ്പുറത്ത് കിടക്കേണ്ടത് ഇതൊക്കെ നോട്ട് ചെയ്ത് കിടക്കും. അപ്പോഴൊന്നും എതിർക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ എണീറ്റിരിക്കും. എന്നിട്ട് അവൻ എണീറ്റു, ഞാൻ തന്നെ ഊക്കിയിടും. അപ്പോൾ പേടി സ്റ്റാർട്ടായി. രണ്ടാമത്തെ കൂർത്ത പല്ലുകൾ മുളച്ച് വന്നു എന്ന് പറഞ്ഞു. ഇത്ര പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും വീണ്ടും പേടിയൊന്നും തുടങ്ങി. രണ്ടാമത്തെ ആ ദ്രംശകളിൽ രക്തം പുരണ്ടിരുന്നു, അവനിതാ രക്തം ദാഹിയായി നടക്കുന്നു. പിന്നെ മമ്മിയേ ഇതോടെ കരച്ചിലാണ്. ഇതോടെ നടക്കണ്ടാവും. ഞാൻ കൈ കൊട്ടിച്ചിരിക്കും, എൻ്റെ മമ്മീനെ തല്ലും, ഞാൻ വീണ്ടും ചിരിക്കും. കാരണം അടികൊണ്ട വേദനയാണ്, വളരെ ചിരിയാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് പേടി മാറിയത്. പക്ഷേ അന്ന് ഞാൻ എൻ്റെ ശീലം ഇതായിരുന്നു. ഇതുപോലെ വേറെ ടെക്നിക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ സിബ്ലിങ്സിന് കണക്റ്റ് ആകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിബ്ലിങ്സ് നമ്മൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്ത് ഇതിൻ്റെ പേടിയുടെ ബ്രെയിനുണ്ടായ വശങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ കഥയോട് സംബന്ധിച്ച് ശാസ്ത്രപരമായിട്ട് പറയുന്നത് ആക്ഷൻ നമുക്ക് പറഞ്ഞുതരും. അത് നമുക്ക് കേൾക്കാൻ കുറച്ച് തരാം. നമ്മളുടെ ഇടയിൽ പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രേതമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പ്രേതമുണ്ട്, അതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം, എടാ അതൊക്കെ വെറുതെയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളൊരു ഡിസ്കഷനിൽ പ്രേതമില്ല എന്നുള്ള പോയിന്റ് ഡിഫെൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നൊരു ചാലഞ്ച് എന്തെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ രാത്രി പാരാനോർമൽ ആക്ടിവിറ്റീസ്, പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ന്യൂസ് ചാനലിലൊക്കെ ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാത്രി അവിടെ പോയിട്ട് വാ, അവിടെ പോയി ഇരുന്നിട്ടൊരു ഫോട്ടോ എടുത്ത് അയക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാനും ഇവനും കൂടെ പോയി ആ ശ്മശാനത്തിൽ കയറി ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് ആ ഫ്രണ്ട്സിന്. സോ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രേതങ്ങളെ പറ്റിയിട്ടാണ്. ഈ പ്രേതം എന്ന് പറയുന്നത് ആക്ച്വലി ഉണ്ടോ? പ്രേതം എന്ന് പറയുന്ന പേടി ബ്രെയിനിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? കുറച്ചുകൂടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവുക. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആകെ 2 പേടികൾ കൊണ്ടാണ് ജനിക്കുന്നത്. ഒന്ന് ഫോളിങ്, വീഴൂ എന്നുള്ള പേടി. 2 ലൗഡ് നോയ്സ്, വളരെ ഉച്ചത്തിലുള്ള ശബ്ദം. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആകെ ജനന സമയത്ത് ഈ 2 പേടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പേടികളും ലേൺ ചെയ്തെടുക്കുന്ന പേടികളാണ്. പാമ്പിൻ്റെ പേടി ആയിക്കോട്ടെ, സ്പൈഡർ, ആളുകളെ പേടി, ബാക്കി എന്ത് പേടിയായാലും അത് മുഴുവൻ നമ്മൾ പഠിച്ചെടുക്കുന്ന പേടികളാണ്. ഈ മനുഷ്യൻ്റെ ഈ ഒരു കർവ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേടിയില്ല. പിന്നെ നമ്മളുടെ മുത്തശ്ശിമാരോ ഗ്രാൻഡ് പാരൻസോ നമ്മൾ കാണുന്ന മൂവീസൊക്കെ വെച്ച് നമ്മൾ കുറേ പേടികൾ ഡെവലപ്പ് ചെയ്യും. പിന്നെ വലുതായിട്ട് വീണ്ടും ഈ പേടീനെ ഓവർകം ചെയ്യാൻ ആദ്യം നമ്മൾ അൺലേൺ ചെയ്യും. പേടിയില്ല, പേടി പഠിക്കുന്നു, പിന്നെ ഈ പഠിച്ച പേടീനെ ഒഴിവാക്കാൻ അൺലേൺ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫണ്ണി കർവിലൂടെയാണ് മനുഷ്യന്മാരുടെ ട്രാവൽ. ഞാൻ ഇനി പറയാൻ പോകുന്നത്, നമ്മൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ബ്രെയിനിൽ റൂട്ടാവുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് സിനാപ്റ്റിക് ടാഗിങ്. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ഒരു മെമ്മറീനെ ഒരു ലോങ് ടൈം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സിനാപ്റ്റിക് ടാഗിംഗ് എന്ന് പറയാം. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോക്കറ്റ് റോഡിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ നമുക്കൊരു വളരെ ഷോർട്ട് ടൈമിൽ ഒരുപാട് ഡോപ്പമീൻ അവിടെ റിലീസായി. അപ്പോൾ ആ ഇവൻറ്റിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആ ഇവൻ്റ് ഉണ്ടാവുന്ന സമയത്ത് അതൊരു ഷോർട്ട് മെമ്മറീനെ ലോങ് ടൈം മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നീട് ആ വഴിയിൽ നീ എത്തുന്ന സമയത്ത് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 ന്യൂറോൺസ് തമ്മിലുള്ള ഒരു കണക്ഷനെ സിനാപ്സ് എന്നാണ് പറയുക. ഓരോ സമയത്ത് ഓരോ ഇവൻ്റ് ഉണ്ടാകുമ്പോഴും 2 ന്യൂറോൺസ് തമ്മിലുള്ള ഒരു കണക്ഷനാണ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. ആ സമയത്ത് ഒരു ചെറിയ മോളിക്കുലർ ടാഗ് ബ്രെയിൻ കൊടുക്കും അതിന്. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ മോളിക്കുലർ ടാഗ് കൊടുക്കുകയുള്ളൂ. എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാവും. എല്ലാ ഇവൻറ്റിനും മോളിക്കുലർ ടാഗ് കൊടുക്കില്ല. ഇപ്പോൾ അയാൾ ബൈക്കിൽ നിന്ന് പെട്ടെന്ന് കയറി വന്നു, അയാളുടെ ഷൂസിൻ്റെ കളർ ബ്ലാക്ക് ആയിരുന്നു, ആ ഒരു ഇവൻറ്റിന് മോളിക്കുലർ ടാഗ് കൊടുക്കുന്നില്ല, അത് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ആ പോക്കറ്റ് റോഡിൽ നിന്ന് ഒരാൾ കയറി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഇവൻറ്റിനാണ് മോളിക്കുലർ ടാഗ് കൊടുക്കുന്നത്. ഫേസ് പോലും ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ആ മെമ്മറി ഭയങ്കര ഓർമ്മ ഉണ്ടാവും. ഞാൻ ഇന്ന സമയത്ത് എഴക്കാട് ഈ ഒരു വളവിലെത്തിയ സമയത്ത് പോക്കറ്റ് റോഡിൽ നിന്ന് ഒരാൾ കയറി വന്നു, അപ്പം നാളെയും ഇതേപോലൊരു സംഭവം സാധ്യത ഉണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഇവൻറ്റിന് മോളിക്കുലർ ടാഗ് കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നെങ്കിൽ ഏത് ഇവൻറ്റിനാണോ കൂടുതൽ ഡോപ്പമീൻ റഷ് ഉണ്ടാവുന്നേ ആ ഇവൻറ്റ്സിന് മാത്രമേ മോളിക്കുലർ ടാഗ് കൊടുക്കുകയുള്ളൂ. ഇനി ഇതെങ്ങനെ ലോങ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹിപ്പോകാമ്പസ് ആണ് നമ്മളുടെ ബ്രെയിനിലെ എല്ലാ ലോങ് ടേം മെമ്മറികളും സ്റ്റോർ ചെയ്യുന്ന പാർട്ട് ബ്രെയിനിൻ്റെ. അപ്പോൾ PRP പ്ലാസ്റ്റിക് റിലേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ട് മോളിക്യൂൾസ് ഹിപ്പോകാമ്പസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലോറി ആയിട്ട് ഹിപ്പോകാമ്പസ് ഈ പ്ലാസ്റ്റിക് റിലേറ്റഡ് പ്രോട്ടീൻസ് ആയിട്ട് ബ്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ വിടാമെന്ന് വിചാരിക്കാം. ഇതെല്ലാ മോളിക്കുലർ ടാഗ് കൊടുത്ത ഇവൻറ്റിനെയും സിനാപ്സിനെയും റീഇൻഫോഴ്സ് ചെയ്യും. എവിടെയൊക്കെ മോളിക്കുലർ ടാഗ് ഉണ്ടോ അവിടേക്കൊക്കെ ഈ പ്രോട്ടീൻസ് സപ്ലൈ ചെയ്യും, പ്ലാസ്റ്റിക് റിലേറ്റഡ് പ്രോട്ടീൻ സപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഇവൻറ്റ് ലോങ് ടൈം മെമ്മറിയിലേക്ക് കൺവേർട്ട് ആയിട്ട് അത് വളരെ റീഇൻഫോഴ്സ് ചെയ്തൊരു വലിയ മെമ്മറി ആയിട്ട് മാറും. PRP എന്തിനാ ക്രിയേറ്റ് ആവുന്നത്? PRP എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറിയുള്ള കാര്യത്തിനെ ലോങ് ടൈം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ മോളിക്യൂളാണ്. ആദ്യം ഒരു മോളിക്കുലർ ടാഗ് അവിടെ ഉണ്ട്, ആ മോളിക്കുലർ ടാഗ് കൊണ്ട് നമുക്കത് ഓർമ്മ നിൽക്കണമെന്നില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ ഫെയ്ഡായി പോകും. അതിന് റീഇൻഫോഴ്സ് ചെയ്യണം. ആ മെമ്മറിനെ റീഇൻഫോഴ്സ് ചെയ്യണമെങ്കിൽ യു നീഡ് PRP പ്ലാസ്റ്റിക് റിലേറ്റഡ് പ്രോട്ടീൻ. ഇതെങ്ങനെ പേടിയും പ്രേതമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക് കയറി ചെന്നു വിചാരിക്കാം. നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങി, എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പം നമ്മൾ ഒന്ന് സൂസു പോകാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ ഒരു റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചെയർ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ചെയറിലേക്ക് നമ്മൾ നോക്കി വെള്ളം കുടിച്ചു, നമ്മൾ തിരിച്ചു പോയി. ഇതൊരു നോർമൽ ഇവൻ്റ് ആണ്, ഇവരുടെ ഡോപ്പമീൻ റഷ് ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഇനി രണ്ടാമതൊരു സിനേറിയോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക. എക്സ്പെക്ട് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. നമ്മൾ ഇതേപോലെ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റു, വെള്ളം കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഡോപ്പമീൻ റഷ് വരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ആ ചെയറിലേക്ക് നോക്കിയപ്പോൾ ഒരു പട്ടി കുരയ്ക്കുന്ന പുറത്തുനിന്ന് ശബ്ദം കേൾക്കുകയും ചെയ്തു. പുറത്തുനിന്നൊരു കാറ്റ് വന്നിട്ട് ചെയറൊന്ന് ആടാനും തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ഡോപ്പമീൻ റഷ് വന്നു. എല്ലാം കോയിൻസിഡൻ്റലി എല്ലാം പെട്ടെന്ന് സംഭവിച്ചു. ഈ ഇവൻറ്റിന് ബ്രെയിൻ ഒരു മോളിക്കുലർ ടാഗ് കൊടുക്കും. ഹിപ്പോകാമ്പസ് PRP സപ്ലൈ ചെയ്തൊരു ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ ഒരു പേടി അവിടെ ക്രിയേറ്റ് ആയി. ഇതേപോലെയാണ് എല്ലാ പേടികളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് പേടി എങ്ങനെ ഓവർകം ചെയ്യാം. നമ്മളുടെ ഉള്ളിൽ പേടിയുണ്ട്, നമ്മളത് പഠിച്ചെടുത്ത പേടിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി ആ പേടി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് 2 ടെക്നിക്കുകളിലെ, ഒന്ന് കൊഗ്നിറ്റീവ് റീഅപ്രൈസൽ, പിന്നെ ഒന്ന് റിപ്പീറ്റഡ് എക്സ്പോഷർ. ഇത് ഭയങ്കര ഇംഗ്ലീഷ് ടേംസ് ഒക്കെ ആണെങ്കിലും സംഭവം നമുക്ക് സിമ്പിൾ എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾക്കൊരു പേടി തോന്നുന്ന സമയത്ത് ആ പേടിയുടെ റൂട്ട് കോസ്, അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ പേടീനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇതാണ് കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. നമുക്കൊരു പേടി വന്നു, ആ പേടി അതിൻ്റെ പിന്നിൽ പ്രേതമാണ് എന്നുള്ളതിന് പകരം അതിൻ്റെ ആക്ച്വൽ റീസൺ, റൂട്ട് കോസ് മനസ്സിലാക്കിയാൽ നമുക്ക് ആ പേടീനെ കോഗ്നിറ്റീവ്ലി വേറൊരു രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റും. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്ന സമയത്ത് യൂഷ്വലി 90% ആൾക്കാരും എന്തെങ്കിലും പാരാനോർമലായിട്ട് കണക്ട് ചെയ്യും. ഒരു പ്രേതത്തിൻ്റെ ഗോസ്റ്റ് പരിപാടി പോലെ നമ്മൾ ഫീൽ ചെയ്യും.
പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത്. പണ്ടൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ, പട്ടി കുറയ്ക്കുന്ന സമയത്ത് അച്ഛൻ വന്നതാണ്, ആൾ വന്നതാണ്, ആ കാലം വന്നാണ്, ഈ കാലം വന്നതാണ്, ആ രീതിയിൽ സംസാരിക്കാറുണ്ട്. സോ ഇതെന്താ ആക്ച്വലി ഇതിൻ്റെ പിന്നിലുള്ള ആക്ച്വൽ കേസ് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട്. പക്ഷേ പട്ടികൾക്ക് 40,000 ഹെർട്സ് വരെയുള്ള സൗണ്ട് കേൾക്കാനും നമ്മളെക്കാട്ടിൽ കൂടുതൽ മണത്ത് കണ്ടുപിടിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പം നമ്മൾ കാണുന്നത് മാത്രമല്ല, നമ്മൾ കേൾക്കുന്നത് മാത്രമല്ല ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്. അത് ഈ പട്ടിക്ക് കേൾക്കും. രാത്രി ആവുന്ന സമയത്ത് കുറച്ച് ദൂരെയുള്ള വുഡ്സിൽ എന്തെങ്കിലും ശബ്ദം വരുന്നതോ, ആരെങ്കിലും അതിലൂടെ ഒരുപാട് ദൂരെ സ്റ്റെപ്പിട്ട് നടന്നു പോകുന്ന ഫ്രീക്വൻസി പട്ടിയുടെ ചെവിക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് പട്ടി കുറയ്ക്കുന്നത്. നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതിനൊരു പ്രേതത്തിന്റെ ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്ത തവണ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പട്ടിക്ക് ആ ഫ്രീക്വൻസിയുള്ള സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ് നമ്മൾ കോഗ്നിറ്റീവ്ലി റീപ്രൈസ് ചെയ്യാം, കോഗ്നിറ്റീവ്ലി അതിനെ റീഫ്രെയിം ചെയ്യാം. പിന്നെ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മൾ ജഗ് എടുക്കാൻ പോയ സമയത്ത് ചെയർ ആടി, കാറ്റ് വന്നാൽ ചെയർ ആടും, പൂച്ച അവിടെ പ്ലേറ്റ് ആ സമയത്ത് തട്ടിയിടും. ഇതൊക്കെ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. പിന്നെ യൂഷ്വലി ഒരു കേസ് ഉണ്ടാവുന്ന ഓജോ ബോർഡിൻ്റെ ഇല്ലേ, ഓജോ ബോർഡ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ പറഞ്ഞ ഗോസ്റ്റിനെ പറ്റിയിട്ടും പ്രേതത്തിനെ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ഒരു എക്സാമ്പിളാണ്. ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ ട്രിക്ക് ചെയ്യുന്നതാണ്. ഇഡിയോമോട്ടർ എഫക്റ്റ് എന്ന് പറയും. നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. അതെനിക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു കാര്യം, ഒരു എക്സ്പെരിമെൻ്റ് നടന്നിട്ടുണ്ട്. ഓജോ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇരുട്ടായിട്ടുള്ള റൂമിൽ മെഴുകുതിരിയെ കത്തിച്ച് വെച്ചിട്ട് ഒരു ബോർഡിനകത്ത് കുറേ ആൽഫബറ്റ്സും നമ്പേഴ്സൊക്കെ എഴുതി പ്രേതത്തിനെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ പ്രേതത്തിനോടൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പ്രേതം അതിൻ്റെ ആൻസർ നമ്മളുടെ ഈ മൂവ്മെൻറ്റിലൂടെയാണ് തരിക. അതാണ് ഓജോ ബോർഡ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മൈൻഡ് നമ്മളെ ട്രിക്ക് ചെയ്യുന്നതാണ് എന്നുള്ളത് സയൻസ് പ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോണേ. ആദ്യം ഇത് എന്തുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നതെന്ന് പറയാം. ഇഡിയോമോട്ടർ എഫക്റ്റ് എന്ന് തന്നെ പറയാം. നമ്മളൊരു ചോദ്യം പ്രേതത്തിനോട് ചോദിക്കുന്നു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലൊരു ബയസ് ഉണ്ട്, അത് യെസ് ആവാനോ നോ ആവാനോ ഒരു ബയസ് ഉണ്ട്. അപ്പം നമ്മളൊരു കാര്യത്തെപ്പറ്റി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ആഗ്രഹത്തിന് റിസൾട്ടായിട്ട് ബ്രെയിൻ ഒരു ചെറിയ മോട്ടോർ മൂവ്മെൻറ്റ്, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള മോട്ടോർ മൂവ്മെൻറ്റ് കയ്യിലേക്ക് തരും. ഇത് നമ്മൾ ഈ മോട്ടോർ മൂവ്മെൻറ്റിൽ നമ്മൾ കൈ മൂവ് ചെയ്യും, നമ്മൾ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇത് ബ്രെയിൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, ബ്രെയിനാണ് ഇതിൻ്റെ പൾസ് തന്നേന്നുള്ളത്. എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു ഓജോ ബോർഡ് കളിക്കുന്ന ആൾക്കാരെ. കണ്ണടച്ചു, കണ്ണ് കെട്ടിയിട്ട് ഓജോ ബോർഡ് കളിക്കാൻ പറഞ്ഞു. ഒരു കുന്നും റിസൾട്ട് കിട്ടില്ല. ബിക്കോസ് ഈ പറഞ്ഞ ഇഡിയോമോട്ടർ എഫക്റ്റ് വർക്ക് ആവണമെങ്കിൽ നമുക്ക് വിഷ്വലി ബോർഡിലുള്ള ലെറ്റേഴ്സ് കാണണം. കാരണം നമ്മൾ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് റാൻഡം ആയിട്ടുള്ള ഏതൊക്കെയോ ലെറ്റേഴ്സിലേക്കും നമ്പേഴ്സിലേക്കും കൈ മൂവ് ചെയ്യുന്നത്. അതൊരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് ഡെപിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ മനസ്സിലുള്ള ബയസ് ആയിട്ടുള്ള ആൻസർ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഈ ഓജോ ബോർഡ്. അപ്പോൾ ഈ ഓജോ ബോർഡിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആക്ച്വലി അതിൻ്റെ പിന്നിൽ നടക്കുന്ന ഇഡിയോമോട്ടർ എഫക്റ്റ് ആണ്. കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാം. പിന്നെ യൂഷ്വലി ഈ സിനിമകളിലൊക്കെ കാണുന്ന ഒരു യൂഷ്വൽ പ്രേതത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷ്വലാണ് ഒരു ഗോസ്റ്റ് അപ്പിയർ ചെയ്യുന്നതും ഒരു വൈറ്റ് കളർ അപ്പിയർ ചെയ്യുന്ന പോലെ ഒരു ഇമേജ് അപ്പിയർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്നുണ്ടെങ്കിൽ 18.5 ഹെർട്സ് എന്ന് പറഞ്ഞൊരു ഫ്രീക്വൻസി ഉണ്ട്. 20 ഹെർട്സ് വരെ നമുക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ 18.5 ഹെർട്സിൽ ഒരു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി നമ്മളുടെ കണ്ണിലുള്ള ഐബോളില്ലേ, ഐബോളിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് റെസൊനേറ്റ് ചെയ്യും. റെസൊനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഒരു ട്യൂണിംഗ് ഫോർക്ക് 40 ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, വേറെ ഒരു വാട്ടർ കോള ഉണ്ടെങ്കിൽ ആ 40 ഹെർട്സിൽ അത് വൈബ്രേറ്റ് ചെയ്തിട്ട് രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ മാച്ച് ആയി വന്നൊരു മാസീവ് സൗണ്ടായിട്ട് പുറത്തേക്ക് വരും. അതാണ് റെസൊനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 18.5 ഹെർട്സിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാക്ടർ ഫാൻ ഉണ്ടായിരുന്നു. ആ ഫാന് ഒരാളുടെ ലാബിൽ 18.5 ഹെർട്സിലാണ് തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾ ആ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് കണ്ണിൻ്റെ മുന്നിൽ വരുന്ന പോലെ. അങ്ങനെയാണ് ഈ ഒരു 18.5 ഹെർട്സ് എന്നുള്ള ആ ഒരു മാജിക് ഹെർട്സിലേക്ക് എത്തുന്നത്, ആ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ
നമ്മുടെ കണ്ണിൻ്റെ ഐബോള് റെസനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൂവ്മെന്റ് ഉണ്ടാവും കണ്ണിനകത്ത്. ആ മൂവ്മെന്റിലാണ് ഒരു പെയിലായിട്ടുള്ള ഒരു ഇമേജ് ഒക്കെ ഉണ്ടാവുന്നത്. അയാളെ ലാബിൽ ഇത് കണ്ടുപിടിച്ചിട്ട് ആ ഫാൻ ഓഫ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും ആ ഇമേജ് കണ്ടിട്ടില്ല. ദ പോയിന്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഈസ് ദാറ്റ് ഇങ്ങനെ നമ്മൾ കാണുന്ന എല്ലാ അൺയൂഷ്വൽ പരിപാടിക്കും, എല്ലാ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇവൻസിനും ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ട്. ആ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് പേടി തോന്നുന്ന സമയത്ത് നിങ്ങൾ കൊഗ്നിറ്റീവ്ലി അതിനെ റീഫ്രെയിം ചെയ്യണം. എനിക്കിപ്പോൾ ഈ തോന്നുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് അതിനൊരു പ്രേതത്തിൻ്റെ ഇമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഓപ്ഷൻ ഉള്ളത് എനിക്കതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ പഠിക്കാം, ഓക്കെ, എന്നിട്ട് ആ പേടീനെ ഓവർകം ചെയ്യാം. അതാണിപ്പോൾ ഈ പറഞ്ഞ 3 എക്സാമ്പിൾസ്. അതല്ലെങ്കിൽ ഇതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് റീഫ്രെയിം ചെയ്യാം. അതാണ് കോഗ്നിറ്റീവ് റീഅപ്രൈസൽ. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് റിപ്പീറ്റഡ് എക്സ്പോഷറാണ്. റിപ്പീറ്റഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു സ്ഥലത്തേക്ക് പോകാൻ, ഒരു ബേസ്മെൻറ്റ് താഴെ ഒരു റൂമിലേക്ക് പോകാൻ നമുക്ക് പേടിയാണെന്ന് വിചാരിക്കാം. പേടിയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ റിപ്പീറ്റഡ്ലി എക്സ്പോസ് ചെയ്യുക. ബിക്കോസ് സിനാപ്റ്റിക് ടാഗിങ് വഴി അന്ന് എപ്പോഴോ പണ്ട് പോയ സമയത്ത് കാറ്റടിച്ച് ചെയർ മൂവ് ചെയ്ത ലോങ് ടൈം മെമ്മറിയാണ് തലയിൽ സ്റ്റോർ ആയിട്ടുള്ളത്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിനെ എക്സ്പോസ് ചെയ്യണം. എങ്ങനെ റിപ്പീറ്റഡ് എക്സ്പോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ 20 സ്റ്റെപ്സ് ടോട്ടൽ ഉണ്ടെങ്കിൽ ആ റൂമിലേക്ക് നിങ്ങൾക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ ഒരു 4 സ്റ്റെപ്സ് ഇറങ്ങാം, അവിടെ ഒരു 30 സെക്കൻഡ് നിൽക്കുക. താഴത്തേക്ക് പോയാലേ കുഴപ്പമുള്ളൂ, ഒന്നും സംഭവിക്കില്ല. ഓക്കെ, നമ്മളതിന് എക്സ്പോസ്ഡായി, മൈൽഡായിട്ട് എക്സ്പോസ്ഡായി. 4 സ്റ്റെപ്പ് പോയി കഴിഞ്ഞ ശേഷം ഇനി ഒരു 4 സ്റ്റെപ്പ് ഇറങ്ങി 8 സ്റ്റെപ്സ് താഴത്തേക്ക് ഇറങ്ങുക, അവിടെ ഒരു 1 മിനിറ്റ് നിൽക്കുക, ഒന്നും സംഭവിക്കില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ സ്ലോ ആയിട്ട് നമ്മളുടെ പേടീനെ അറ്റാക്ക് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ആ പേടിയുള്ള ഇവൻറ്റിനെ എക്സ്പോസ്ഡ് ആക്കുക നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ബ്രെയിൻ പുതിയ സിനാപ്റ്റിക് കണക്ഷൻസ്, ആദ്യം പറഞ്ഞതുപോലെ പുതിയ സിനാപ്റ്റിക് കണക്ഷൻ ബ്രെയിനിൽ ഫീഡ് ചെയ്യും. ആ ലോങ് ടേം മെമ്മറി ഫീഡാവും. ഈ റൂമിൽ ഒരു പ്രേതബാധയില്ല, ഒന്നുമില്ല എന്നുള്ള ലോങ് ടൈം മെമ്മറി നമ്മുടെ ബ്രെയിനിൽ ഫീഡായിട്ട് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഓവർകം യുവർ ഫിയർ ഓഫ് പ്രേതം. ഇനി എനിക്കൊരു അടിപൊളി ഇൻസിഡൻറ്റ് പറയാനുണ്ട്. അപ്പോൾ ഇത് സ്വന്തം അനുഭവങ്ങൾ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വന്തം അനുഭവങ്ങൾ എടുത്ത് പറയുന്നത്. പ്രേതത്തിൻ്റെ അനുഭവങ്ങൾ ജോബിഷിനെ കുറേ ഉണ്ടായിട്ടുണ്ട്. പ്രേതങ്ങൾ പണ്ടേ അവൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. രണ്ടാമത് സെയിം കഴിഞ്ഞ കഥയിൽ പറഞ്ഞ പോലെ നമ്മുടെ വീട് ഒരു കാട് പ്രദേശം തന്നെയാണ്. പക്ഷെ അതിൽ ഒരു ഇൻസിഡൻറ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ പണ്ട് വീട്ടിൽ 6 മണിക്ക് മുമ്പേ വീട്ടിൽ കയറുമായിരുന്നു. അത് മമ്മി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും മമ്മിയും ദീപ് മറ്റും ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കള്ളന്മാരൊരു പേടി അല്ലെങ്കിൽ അങ്ങനെ ഈ പിന്നെ ഒറ്റപ്പെട്ട പ്രദേശം, അതുകൊണ്ട് 6 മണിക്ക് മുമ്പേ ഞങ്ങൾ വീട്ടിൽ കയറി ശീലമായി. അവസാനം ഞാൻ അഡാപ്റ്റ് ചെയ്തു. ഇത് 6 മണിക്ക് ശേഷം. അങ്ങനെ ഇത് 8-ലോ 9-ലോ സമയത്താട്ടോ, 9ാം ക്ലാസ് പഠിക്കുമ്പോൾ. അങ്ങനെ 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ്, വെക്കേഷൻ കഴിഞ്ഞ് 10ലേക്ക് കടക്കാനുള്ള ജോയിനിങ് ഒക്കെ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി 10ാം ക്ലാസ്സായി, ഞാൻ വലിയ പയ്യനായി, അപ്പോൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കുറച്ച് ധൈര്യം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ചെയ്ത പരിപാടിയാണ് 6 മണി ആയിട്ടോ, 6 മണിക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, ചെയർ എടുത്തിട്ട് സിറ്റൗട്ട് പോയിരുന്നിട്ട് അവിടെ ഇരുന്ന്, അതായത് പേടി മാറ്റാം, ഞാൻ വലിയ ആളായി എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാലരമ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു സൗണ്ട് പെട്ടെന്ന്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ സൗണ്ട്, ഞാൻ കാര്യമാക്കില്ല, സാരില്ല, വേറെ എന്തെങ്കിലും തോന്നലായിരിക്കും കൊണ്ട് നോക്കിയിട്ടൊന്നും കാണാനില്ല. 2ാമത്തെ പ്രാവശ്യം വീണ്ടും സൗണ്ടും ഒരു അനക്കവും. എൻ്റെ നേരെ മുമ്പിലെ തോട്ടത്തിൽ എന്തോ വലിയ കാര്യത്തിൽ അനങ്ങുന്നു, സൗണ്ടും വരുന്നു. ഞാൻ ഇത് പേടിച്ചിട്ട് ഈ കസേര എടുത്തിട്ട് ഉള്ളി ഓടുക, കസേര അതിൽ കുടുങ്ങി, പിന്നെ വരണ്ടേ, ഞാൻ പേടിച്ച് വിറച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കെ വിളിക്കുന്നുണ്ട്, അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് ആ സമയത്ത് എന്താണെന്ന് പാനിക്കാണ്. അത് ഇപ്പോൾ ഭയങ്കര ചിരി, കക്ക. അപ്പോൾ ഞാൻ എന്താ പോയെന്നു നോക്കുമ്പോണ്ട് അടുത്ത വീട്ടിലെ അമ്മയും മോനും വാഴയില പറിക്കാൻ വന്നതാണ്. അപ്പം ഇവർ നിൽക്കുന്നത് ഞാൻ മുമ്പിൽ നോക്കുമ്പോൾ ഈ ഉണങ്ങിയ ഇലകളുണ്ടല്ലോ, അതിൻ്റെ ഇലകൾ കാരണം ഇതിൻ്റെ അപ്പുറത്താണ് അവർ നിൽക്കണേ. അപ്പോൾ വെട്ടണ സൗണ്ടും ഈ ഇളക്കമാണ് ഞാൻ കണ്ടത്. ഞാനെന്ന് വിചാരിച്ചു ദൈവമേ പ്രേതമാണെന്ന് പറഞ്ഞിട്ട് ഓടി. അവന്മാർ പൂര ചിരിയായത്, 2 കൂടി ചിരിക്കുക. ഞാൻ ഇത് സീൻ കണ്ടിട്ടേ. ഈ ഇൻസിഡൻറ്റിൽ എനിക്ക് 2 കാര്യങ്ങളാണ് കണക്റ്റ് ആവുന്നത്. ഒന്ന്, നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം നമ്മുടെ മനസ്സിൽ പേടി വന്നത് എങ്ങനെ. രണ്ടാമത്തത്,
അതായത് രാത്രി മാത്രം പേടി വന്നെങ്ങനെ. രണ്ടാമത്തത് ഈ വാഴേനെ ഇളകിയത് കണ്ടപ്പോൾ ഞാൻ ഇതിന് പേടിച്ചു. അപ്പോൾ ആദ്യത്തെ കേസ് അത് വളരെ സിമ്പിളാണ്. എവല്യൂഷൻ വഴിയാണ് നമുക്ക് ഈ സന്ധ്യേനെ പേടി വന്നത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പണ്ട് രാത്രി മനുഷ്യന് കണ്ണ് കാണില്ല. അപ്പോൾ പണ്ട് മനുഷ്യൻ ഭയങ്കര വീക്കാണ്. അപ്പോൾ രാത്രി മനുഷ്യൻ പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 6 മണിക്ക് മുമ്പേ വീട്ടിൽ കയറുക, അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പേ ഷെൽട്ടറിൽ ക്ലോസ് ചെയ്തിരിക്കുക, കയറുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ അത് മനുഷ്യൻ്റെ സർവൈവൽ മെക്കാനിസമായിട്ട് അതിനെടുത്ത്, അത് മാത്രമല്ല അതങ്ങനെ നമ്മൾ ജനറേഷൻ വന്ന സമയത്ത് ഈ രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ടാണ് അല്ലെങ്കിൽ അപകടം പറ്റുന്നുള്ള പേടീൻ്റെ പകരം ഇങ്ങനത്തെ പേടികൾ കയറി വന്നു. അത് രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ മാതാപിതാക്കൾ പറയും സന്ധ്യ ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്, നമ്മളെ കോക്കാച്ചി പിടിക്കും, അല്ലെങ്കിൽ പ്രേതം പിടിക്കും. സ്ഥിരമാണ്. ഇതെന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ നമ്മൾ കുട്ടികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപകടം വരാതിരിക്കാനായിട്ട് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, വികൃതി. അപ്പോൾ അവരെ പേടിപ്പിച്ച് നിർത്താനുള്ള ടാക്ടിക്കായിരുന്നു ഇങ്ങനെ കോക്കാച്ചി വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇമാജിനറി കോക്കാച്ചി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സമയമാകുമ്പോൾ പേടിച്ചിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയത് അത് തന്നെയാണ്. ആ സന്ധ്യയ്ക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എൻ്റെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കഥകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ 6 മണിയെ പുറത്ത് പോകാതിരിക്കുമ്പോൾ നമ്മൾ അപകടത്തിൽപ്പെടില്ല എന്നുള്ളതൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. പ്രേതത്തെക്കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. ഇനി അതിൽ ഏറ്റവും വലിയ ഇൻസിഡൻറ്റ് അതായത് വാഴേനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് പേടിച്ചു എന്ന് പറഞ്ഞുതരാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ പാരിഡോളി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുക. അതായത് ഞാൻ എൻ്റെ പഴയ സിനിമകൾ, അതായത് നമ്മൾ പണ്ട് വന്ന സിനിമകളും അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രേതത്തിനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ മനസ്സിലെ രൂപമുണ്ട്. അപ്പോൾ നമ്മളെന്താ ഈ കുറച്ച് സമയത്ത് ഈ വാഴ ഇളകിയ സമയത്ത് എനിക്ക് അതിൽ ഏതോ ഒരു രൂപമായിട്ട് ഇത് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പേടിച്ചത്. കാരണം സാങ്കല്പികമായിട്ടുള്ളൊരു രൂപം കണ്ടുപിടിച്ചു, ഇറങ്ങി ഓടി. അപ്പോൾ ഈ 2 കാര്യമാണ് എനിക്ക് ഈ സ്റ്റോറിയിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു പോയിന്റോടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ചെറുതാവുന്ന സമയത്ത് നമുക്കൊരു പേടിയില്ല. നമ്മൾ ജനിക്കുന്ന സമയത്ത് ആകെ വീഴും എന്നുള്ള പേടിയും ലൗഡ് നോയ്സുള്ള പേടിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. പിന്നെയുള്ള പേടിയല്ല നമ്മൾ പഠിച്ചെടുക്കുന്ന പേടികളാണ്. ഈ പേടികളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ എൽഡേഴ്സ് ആയിരിക്കും. യൂഷ്വലി വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസോ അച്ഛനോ അമ്മയോ ആരൊക്കെയോ നമുക്ക് ഈ പേടി പഠിപ്പിച്ചു തരാം. അവർ ഈ പേടി നമുക്ക് പഠിപ്പിച്ചു തരുന്നതിൻ്റെ റീസൺ എന്താണെന്നെങ്കിൽ അവർ കണ്ടീഷൻഡ് ആയതുകൊണ്ടാണ്. ഒരു ചെറിയ കുട്ടീനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ, അവൻ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ, അവൻ അപകടത്തിലൊന്നും പെടാതിരിക്കണമെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനിങ് ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളെ പേടിപ്പിക്കുന്നത്. പക്ഷെ അവരെന്തുകൊണ്ട് അതിൻ്റെ ആക്ച്വൽ സിനേറിയോ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. സയൻസ് അത്രയും ഗ്രോ, അവർക്ക് ലോജിക്കലായിട്ടൊരു സാധനം കിട്ടണില്ലല്ലോ. അതൊരു റീസൺ. അതല്ലാതെ ഒരു റീസൺ, ഇത് ഭയങ്കര ഈസിയാണ്. ഇത് അവരുടെ ചെറുപ്പം മുതൽ അവർ കേട്ട കഥയാണ്. ഈ കോക്കാച്ചിയുടെ കഥയും ഒടിയന്റെ കഥയും എല്ലാം ആദ്യം മുതലേ കേട്ട കഥയാണ്. അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് ഭയങ്കര ഈസിയാണ്. ഇത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ഇത് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു 3 വയസ്സാവുന്ന സമയത്ത് നമ്മളുടെ എൽഡേഴ്സുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓക്സിറ്റോസിനാണ് ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സേഫാണ്, നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഈ ഓക്സിറ്റോസിൻ നമുക്ക് റിലീസ് ആവുക. അപ്പോൾ നമ്മളുടെ സെക്യൂരിറ്റി സിസ്റ്റം കംപ്ലീറ്റ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. ബിക്കോസ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് ഇരിക്കുന്നത്. അവർ പറയുന്ന എല്ലാം നമ്മൾ വിശ്വസിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം നീ ഒരു 3 വയസ്സായ ചെറിയ കുട്ടിയുടെ അടുത്ത് പോയിട്ട് നീ എന്ത് കഥ പറഞ്ഞാലും അവൻ അത് വെച്ച് നിനക്ക് അവനെ മോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കണ്ടീഷനിങ്, നിങ്ങളൊരു കുട്ടീനെ വളർത്തുന്ന സമയത്ത് കണ്ടീഷൻ ചെയ്ത് ഇതുപോലത്തെ പേടിപ്പിക്കപ്പെടുന്ന തെറ്റായിട്ടുള്ള സ്യൂഡോ സ്റ്റോറീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം പുറത്ത് പോയി കഴിഞ്ഞാൽ പാമ്പ് ഉണ്ടാവുമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇരുട്ടത്ത് പോയി കഴിഞ്ഞാൽ പാമ്പ് കടിക്കും. മേ ബി അതുപോലത്തെ ഇഴജീവികളുടെ അടുത്തു നിന്നും പ്രിഡേറ്റേഴ്സ് നിന്നൊക്കെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കോക്കാച്ചി സ്റ്റോറീസ് ഉണ്ടാക്കിയിരുന്നത്. കോക്കാച്ചിയാന്ന് പറയാതെ പാമ്പെന്ന് പറഞ്ഞു കൊടുത്തൂടെ. രണ്ടാമത് ഈ പാരഡോളിയ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ഇത് നമ്മളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് അല്ല, നമ്മളുടെ പ്യുവർ ഇമാജിനേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി 3 വയസ്സ് വരെ അവൻ ഇമാജിൻ ചെയ്യാൻ കഴിവില്ല. ഇമാജിനേഷൻ അവൻ പഠിക്കുന്നതും തുടങ്ങുന്നതും 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു കൊടുത്ത ഫാൾസ് സ്റ്റോറീസ് വെച്ചിട്ട് അവനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ജോബിഷ് അന്ന് പണ്ട് ക്രിയേറ്റ് ചെയ്തല്ലേ. ജോബിഷിൻ്റെ ഗ്രാൻഡ് പാരൻസ് ആരാണ് ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല. പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോൾ ആ വാഴയിലയുടെ ഷാഡോ ഒന്ന് ആൾ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് എടുത്തു. സോ ഇതെല്ലാം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിനാണ്. ചൈൽഡ്ഹുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഒരു 2-2.5 വയസ്സായ കുട്ടി, ഒരു 3 വയസ്സായ കുട്ടി എടുത്ത് നിങ്ങളൊരു ഇരുട്ടായിട്ടുള്ള റൂമിലേക്ക് പോയി കയറി ചെല്ലാൻ പറഞ്ഞാൽ അവൻ കൂളായിട്ട് കയറി ചെല്ലും. അവന് പേടി നിങ്ങൾ കണ്ടീഷൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ. പക്ഷെ അതേപോലെ ഇന്ന് ഒരു 10-35 വയസ്സായിട്ടുള്ള വീരധീര ശൂരന്മാരെ എടുത്തിട്ട് അവിടെ പോയിട്ട് ഇന്ന് രാത്രി പൂജ ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. ബിക്കോസ് അവരുടെ ബ്രെയിൻ അത്രയും തെറ്റായിട്ടുള്ള പേടികൾ കൊണ്ട് ഹൈജാക്ക് ചെയ്തപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. അത് അൺലേൺ ചെയ്യാന്ന് പറയുന്ന വളരെ ടഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഫൈനലി എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പണ്ട് മീൻ പിടിക്കാൻ പോയിട്ടിരുന്നു ഒരു പുഴയിൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഈ പാടത്ത് കൂടെ വരുന്നത്. അപ്പോൾ രാത്രി കുറേ സമയമായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവിടെ ചെറിയ അനക്കം കേട്ടു. അനക്കം കേട്ടപ്പോൾ ഈ പോയ കൂട്ടത്തിലെ കുറച്ച് ആൾക്കാർ പേടിച്ച് നിന്നു. പക്ഷേ അതിലെ ഒരു 2-3 പേർക്ക് പേടിയില്ലായിരുന്നു. അവർ ഈ അൺലേൺ ചെയ്ത ആൾക്കാരിൽ ഒരാളായിരുന്നു. അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് ടോർച്ചടിച്ച് കാണിച്ചു തന്നു. അത് വേറൊന്നുമല്ല, ഏതോ ഒരു പക്ഷി ഇവിടെ വന്നിട്ട് ആ സമയത്ത് എന്തോ വയലിൽ എന്തോ ചെയ്യണതാണ്. അതിൻ്റെ സൗണ്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പേടി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, അത് നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്കൊരു സംശയമാണ്, കറക്റ്റായിട്ടൊരു അപകടം നടന്നിട്ടില്ല അവിടെ, നിങ്ങൾക്ക് സംശയം കൊണ്ട് പേടിയുണ്ടെങ്കിൽ നമ്മുടെ ഇമാജിനേഷനാണ്. അപ്പം നമ്മൾ അത് പോയി കൺഫേം ചെയ്യണം, അതെന്താണ് എന്ന് പോയിട്ട് കൺഫേം ചെയ്യണം. ഇതാണ് പേടി മാറാനുള്ള ഒരു വഴിയെന്ന് പുള്ളി പറഞ്ഞു തന്നെ. റിപ്പീറ്റഡ് എക്സ്പോഷർ. അതെ, റിപ്പീറ്റഡ് എക്സ്പോഷർ. നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈക്കോളജിയൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ട്, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് പ്രേതം വരും, എന്നെ പിടിക്കും തിന്നും എന്നുള്ള പേടിയൊക്കെ ആണെങ്കിൽ, നമ്മൾ ആ പ്രേതങ്ങളെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ളത് സിനിമകളിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ കഥകളിലൂടെ മാത്രമാണ്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്, അതായത് ഇമാജിനേഷൻ്റെ ഭാഗമാണ്, നമ്മുടെ വിഷൻ്റെ ഭാഗമാണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ആ പേടി ഇല്ലാണ്ട് ജീവിക്കുക.